നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എന്താണ്? The anomalous behavior of lithium. That is, lithium has certain properties which is different from all other alkali metals of the same group. Now we will go into നമ്മൾ ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ്, അതായത് diagonal relationship. ഞാൻ ഇന്നലെ പറഞ്ഞു diagonal relationship means elements of the second period starting from എന്താണ്? ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അവയെ പ്രോപ്പർട്ടീസ് വ്യത്യാസം. ലിത്യത്തിന്റെ താഴെ സോഡിയം, മെഗ്നീഷ്യം, ബോറോണിന്റെ താഴെ അലൂമിനിയം, കാർബണിന്റെ താഴെ സിലിക്കൺ, നൈട്രജന്റെ താഴെ ഫോസ്ഫറസ്, ഓക്സിജന്റെ താഴെ സൾഫർ. And you can see that lithium shows similarities with magnesium, beryllium with aluminium, boron with silicon, carbon with phosphorus, and nitrogen with sulfur, and oxygen with chlorine. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗണൽ റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് an element. എല്ലാത്തിനും ഈ പീരിയോഡിക് ടേബിൾ ഏത് എലമെന്റ് നിങ്ങൾക്ക് കാണില്ല കേട്ടോ. ഇതിന്റെ താഴെ വരുന്ന മെഗ്നീഷ്യം താഴെ വരുന്ന എന്താണ്? മെഗ്നീഷ്യം താഴെ വരുന്നതാണ് ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം. അലുമിനിയം താഴെ വരുന്നതാണ് ബോറോൺ, അലുമിനിയം, ഇൻഡിയം. ഈ മെഗ്നീഷ്യവും ഇൻഡിയവും തമ്മിൽ സിമിലാരിറ്റി ഒന്നുമില്ല. ഓൺലി ഫോർ ദി ടോപ്പ് ഗ്രൂപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, ഹീലിയം മാത്രമേ ഉള്ളൂ. അതായത് അതിന് തൊട്ട് താഴെ വരുന്ന സെക്കൻഡ് പീരിയഡിൽ വരുന്ന എലമെന്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ലിത്തിയം ഓൺവേർഡ്സ്, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. യു കൻ സീ ദാറ്റ് ദീസ് എലമെന്റ്സ്. ഒന്നാമത്തെ കാര്യം, ഈ എലമെന്റ്സിനൊക്കെ എന്തുണ്ട്? അനോമലസ് ബിഹേവിയർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് അതിന്റെ ഗ്രൂപ്പിൽ വരുന്ന മറ്റ് എലമെന്റ്സുമായിട്ട് തികച്ചും വ്യത്യസ്തമായ കുറച്ച് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ കുറെ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രത്യേകതയാണ് എന്ത്? ഈ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന് ഇവരുമായിട്ട് വ്യത്യാസം ഉണ്ട് എന്നതിന് പുറമെ അടുത്ത ഗ്രൂപ്പിൽ വരുന്ന നെക്സ്റ്റ് തൊട്ടടുത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡയഗണൽ ആയിട്ട് വരുന്ന, അതായത് നമ്മൾ കോളം പീരിയഡ് ടേബിളിന്റെ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് വരയ്ക്കാൻ ഇങ്ങനെ ഉണ്ടാവും. ഈ എലമെന്റും ഈ എലമെന്റ് ഡയഗണൽ റിലേഷൻഷിപ്പ്, ഇതും ഇതും തമ്മിലാണ്, ഇതും ഇതും തമ്മിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണമായിട്ട് വളരെ സിമ്പിൾ, കുറച്ച് മനസ്സിലാവും. See that I can look into the points. എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് the atomic radius size, whatever radius of these two will be very similar. നമുക്കറിയാം, ഇവിടെ നിന്ന് നമ്മൾ പീരിയോഡിക് ടേബിളില് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് ചെറുതായി ഇത്രയും വ്യത്യാസം ഉണ്ടാവില്ല, കാണാൻ വേണ്ടി വരച്ചാണ്, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ദ സൈസ് ഓഫ് ദി ആറ്റം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ പീരിയോഡിക് ടേബിൾ when we go from left to right in a period, size goes on decreasing. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? Because of the greater and greater nuclear charge which attracts the electron density closer to it. ന്യൂക്ലിയർ ചാർജ് കൂടും, അതിനനുസരിച്ച് അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിനുള്ള അട്രാക്ഷൻ കൂടും, അതുകൊണ്ട് സൈസ് കുറയുന്നത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലാണെങ്കിലോ you can see that the size goes on increasing. Why? Because of introduction of newer and newer പുതിയ പുതിയ ഷെല്ലുകൾ അതിന്റെ പുറത്തുണ്ടാവും. ഓരോ ഷെല്ലായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, അതിനനുസരിച്ച് സൈസ് കൂടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ സൈസ് കുറയുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ സൈസ് കൂടുന്നു. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് പോയ സൈസ് കുറഞ്ഞ്, ഇവിടുന്ന് ഇവിടത്തേക്ക് പോയാലേ സൈസ് കൂടി. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഉണ്ടാവും? അത് രണ്ടും തമ്മിൽ ഏകദേശം ഒരുപോലെ ഉണ്ടാവും. അത് വളരെ പ്രോമിനന്റ് ആയി വരുന്നത് നമ്മൾ ഫസ്റ്റ് 2 പീരിയഡ്സിലാണ്. ഫസ്റ്റ് പീരിയഡ് നമ്മൾ വിട്ടു, സെക്കൻഡ് ആൻഡ് തേർഡ് പീരിയഡ്. ഫസ്റ്റ് ഇവിടെ കാരണം എന്താണ്? അതിലാകെ രണ്ടെണ്ണേ ഉള്ളൂ, ഇങ്ങനത്തെ ഹൈഡ്രജനും അങ്ങനത്തെ ഹീലിയവും, വേറെ ആരും ഇല്ല. സെക്കൻഡ് ഗ്രൂപ്പിലാണ്, സെക്കൻഡ് പീരിയഡിലാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ആ പീരിയഡ് എത്തുമ്പോഴേക്ക് ഏകദേശം നമുക്ക് കാണുന്നത് ഇതിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് പോയി കുറഞ്ഞ് ഇവിടുന്ന് ഇവിടത്തേക്ക് കൂടുമ്പോഴേക്കോ അതും ഇതും തമ്മിൽ സിമിലാരിറ്റി വന്ന്. അപ്പോൾ ഇതിന്റെ ശ്രദ്ധിച്ചാല് ദ ആറ്റമിക് റേഡിയസ് ഓഫ് ലിത്തിയം ഈസ് 134 pm picometer, കേട്ടിട്ടുണ്ടോ? ആൻഡ് ദാറ്റ് ഓഫ് മാഗ്നീഷ്യം ഈസ് 136.4 pm, വെരി വെരി ക്ലോസ് ടുഗദർ. സൈസ് വളരെ സിമിലർ, ബോത്ത് ദി ആറ്റമിക് സൈസ്, റേഡിയസ് ആൻഡ് ഓഫ് കോഴ്സ് ദി അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിത്യത്തിന് അയോൺ ആരാണ്? Li+ ആണ്. മെഗ്നീഷ്യം എന്താണ്? Mg2+ ആണ്. ഇത് രണ്ടും ഒരേ സൈസ് ആയത്, ചെറിയ വ്യത്യാസം മാത്രമേ. Both the atomic size and the ionic size, or both the atomic radius and the ionic radius of a lithium and magnesium are very close together.
അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരുപാട് സിമിലാരിറ്റി, എല്ലാ സിമിലാരിറ്റി അല്ല, സൈസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ഇരിക്കുന്നു. എന്നാലും സൈസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പല പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനനുസരിച്ച് അത് രണ്ടും അതുകൊണ്ടാണ് ഒരു കാര്യം. മനസ്സിലായില്ലേ? സോ ലിത്തിയം ഷോസ് എ വെരി ക്ലോസ് സിമിലാരിറ്റി വിത്ത് മെഗ്നീഷ്യം ഇൻ ബോത്ത് ദിസ് അറ്റോമിക് റേഡിയസ് ആൻഡ് ഇറ്റ്സ് അയോണിക് റേഡിയസ്. And also its electronegativity നമുക്കറിയാം. ഇതേപോലെ electronegativity when we go across a period, electronegativity goes on increasing, and when we go down a period or a group, electronegativity goes on decreasing. അപ്പോൾ ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും, ഇങ്ങോട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആദ്യം കുറച്ച് പോയി ഇൻക്രീസ് ചെയ്ത് കുറച്ച് താഴെ വന്ന് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഉണ്ടാവും? ഇത് രണ്ടും തമ്മിൽ സിമിലാരിറ്റി വളരെ കൂടുതൽ വരും. സോ യു ഹാവ് എ വെരി ക്ലോസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ ആറ്റമിക് സൈസ് അല്ലെങ്കിൽ ആറ്റമിക് റേഡിയസ് രണ്ട് പറഞ്ഞ ആറ്റമിക് റേഡിയസ് നമുക്ക് സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ആറ്റമിക് റേഡിയസ് ഓഫ് എ ലിത്തിയം ആൻഡ് മെഗ്നീഷ്യം ആർ വെരി ക്ലോസ് ടുഗദർ. Ionic radius of lithium and magnesium Li plus and Mg2 plus are very close together. Electronegativity also are very comparable. വളരെ അടുത്ത values ആണ്. And they also have the same polarizing power. Polarizing power എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കേട്ടില്ല? Polarization. That is if you have a ion like this, say cation, and if you have a anion like this, anion is large, you can see, and you see that the electron cloud of the anion is attracted more. ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ഇതിന്റെ ന്യൂക്ലിയസ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അതിന് ചുറ്റും നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ആ ഇലക്ട്രോൺ ക്ലൗഡിനെ ഡീഫോം ചെയ്യാൻ, എന്താ ഡീഫോം ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം? ഡീഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അയോൺ, ആനയോൺ, അത് ന്യൂക്ലിയസും അതിന് ചുറ്റും സിമെട്രിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. സ്പെറിക്കൽ ആയിരിക്കും കറക്റ്റ് ആയിട്ട്, വേറൊരു എഫക്റ്റും ഇല്ലെങ്കിൽ. ഞാനോട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, സ്ട്രോങ് ആയ പോസിറ്റീവ്ലി ചാർജ് അയോൺ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് അയോൺ ഇതിനെ തള്ളി മാറ്റാൻ ശ്രമിക്കും, ഇതിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്താവും? അപ്പോഴേ ഇതിങ്ങനെ ഡീഫോം ചെയ്യും. ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടാവും, ഇലക്ട്രോൺ ക്ലൗഡ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ദാറ്റ് വിൽ ഡീഫോംഡ് ആൻഡ് സച്ച് എ ഫിനോമിനൻ ഈസ് കോൾഡ് പോളറൈസേഷൻ. അത് ഓരോ അയണിനും ഓരോ പോളറൈസേഷൻ, നേരത്തെ പറഞ്ഞ പോളറൈസിംഗ് പവർ ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ് സൈസ് ആൻഡ് ചാർജ്. സൈസ് കുറഞ്ഞതിന് പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും, ചാർജ് കൂടിയതിന് പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ സൈസ് കുറഞ്ഞിരിക്കുകയും ചാർജ് കൂടിയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അയോണിന് പോളറൈസിംഗ് പവർ വളരെ കൂടുതലായിരിക്കും. ഈ പറഞ്ഞ ലിത്തിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും പോളറൈസിംഗ് പവർ ഏകദേശം തുല്യമാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് എന്തായിരിക്കുന്നത്? അത് സിമിലർ ബിഹേവിയർ കാണിക്കുന്നത്. എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്? ആറ്റമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, പോളറൈസിംഗ് പവർ. ഈ 4 കാര്യങ്ങളിലും ലിത്യവും മെഗ്നീഷ്യവും വളരെ സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ അതിന് പല പ്രോപ്പർട്ടീസും സിമിലർ ആയിട്ട് കാണിക്കും. ഇത് പ്രോപ്പർട്ടി എന്ന് പറയാൻ വളരെ കുഴപ്പമില്ല, ഇത് സിമിലാരിറ്റി തന്നെയാണ്. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ഇന്നലെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു? ആൽക്കലി മെറ്റൽസിന്റെ കൂട്ടത്തിൽ ലിത്യത്തിന് കുറെ അനോമലസ് ബിഹേവിയർ ഉണ്ട്. ഒരു ബിഹേവിയർ എന്തായിരുന്നു? ലിത്യം react with water very slowly, whereas sodium, potassium, etc. very vigorously. ലിത്യം വാട്ടറുള്ള റിയാക്ഷൻ വളരെ സ്ലോ ആണ്. അത് ആരും പോലെയല്ല, മറ്റ് ആൽക്കലി മെറ്റൽസ് പോലെയല്ല. അതേ സമയത്ത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് വെച്ച് നോക്കിയാൽ ലിത്യം ഡീകമ്പോസ് വാട്ടർ വെരി സ്ലോലി, ജസ്റ്റ് ലൈക്ക് മെഗ്നീഷ്യം. മെഗ്നീഷ്യം അതേപോലെ ബിഹേവ് ചെയ്യുന്നത്. So magnesium and lithium both react with water forming the corresponding hydroxide and hydrogen, but the reaction is very slow. Or you can say that just like lithium or just like magnesium, lithium decompose water very slowly. അതൊരു സിമിലാരിറ്റി ആണ്. അത് തമ്മിൽ ലിത്യം തമ്മിലുള്ള വാട്ടറുള്ള റിയാക്ഷൻ വളരെ സ്ലോ ആണ്, അത് വികരസേ അല്ല. അപ്പോൾ അതിനോട് 2 സ്ഥലത്ത് പോരാ. മറ്റേ സ്ഥലത്ത് എന്താണ്? മറ്റേ സ്ഥലത്ത് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ജനറൽ ആയിട്ട് വാട്ടറുള്ള റിയാക്ഷൻ വളരെ വിഗറസ് ആണ്, പക്ഷെ ലിത്യം വിഗറസ് അല്ല. അതെന്താണ്? അത് ലിത്യത്തിന്റെ അനോമലസ് ബിഹേവിയർ ആയിട്ട് പറയാം. അതേ സമയത്ത് തന്നെ ലിത്യം മെഗ്നീഷ്യം തമ്മിൽ സിമിലാരിറ്റി പറയുമ്പോൾ എന്ത് പറയാം? മെഗ്നീഷ്യം പോലെയാണ് ലിത്യവും. ഏത് കേസില്? വെള്ളമായിട്ടുള്ള റിയാക്ഷന്റെ കേസില് റിയാക്ഷൻ വിത്ത് വാട്ടർ, ലിത്യം ഇസ് വെരി അൺറിയാക്റ്റീവ്, ഇറ്റ് റിയാക്ട് വെരി സ്ലോലി വിത്ത് വാട്ടർ, ജസ്റ്റ് ലൈക്ക് എ മെഗ്നീഷ്യം. സിമിലാരിറ്റി. ഓക്കെ,
And you have seen that lithium hydroxide is less soluble or sparingly soluble in water, whereas sodium, potassium, rubidium, etc. hydroxides are highly soluble in water. അപ്പോൾ ഇപ്പോൾ ലിഥിയത്തിന്റെ ബിഹേവിയർ ആരെപ്പോലെ ഉണ്ടാവാം? അത് മെഗ്നീഷ്യത്തെ പോലെയാണ്. ജസ്റ്റ് ലൈക്ക് magnesium hydroxide, lithium hydroxide has a very low solubility in water. പറഞ്ഞ ക്ലിയർ ആണെന്നുണ്ടോ? അപ്പൊ നേരത്തെ നമ്മൾ ലിഥിയത്തിന് ആൽക്കലി മെറ്റൽസിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ വ്യത്യാസമൊക്കെ ഇവിടെ നമ്മൾ അത് ആരുമായിട്ട് സിമിലാരിറ്റി ആയിട്ട് പറയാം. അതൊക്കെ മെഗ്നീഷ്യം പോലെയാണ് ഏകദേശം വരുന്നത്. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് മെഗ്നീഷ്യം. ഇവിടെ പറഞ്ഞ നേരത്തെ പറഞ്ഞ 4 പോയിന്റ്സ് കൂടാതെ, അതായത് അയോണിക് റേഡിയസ്, അറ്റോമിക് റേഡിയസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി, എന്താണ് പൊളാരിസം പോലെ കൂടാതെ നമ്മൾ പറഞ്ഞ എന്താണ്? ഒന്ന്, ലിഥിയം റിയാക്ട് വിത്ത് വാട്ടർ വെരി സ്ലോലി, just like a magnesium, and both lithium and magnesium hydroxides are sparingly soluble in water. Both lithium hydroxide and magnesium hydroxide are weak bases. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമിലാരിറ്റി വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ വളരെ സ്ട്രോങ് ബേസസ് ആണ്. ലിഥിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ലിഥിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ് ആൻഡ് similar is the case with magnesium. Magnesium hydroxide also is a weak base. So both magnesium hydroxide and lithium hydroxide are weak bases. Both magnesium hydroxide and lithium hydroxide are sparingly soluble in water. Okay. Whereas lithium forms a direct reaction with nitrogen. Lithium forms the lithium nitride, whereas no other alkali metal forms a similar nitride. Sodium nitride or potassium nitride form ചെയ്യുന്ന lithium മാത്രമേ nitride form ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് കാണാം? magnesium also forms nitride Mg3N2. ഫോമിൽ വ്യത്യാസം ഉണ്ടെങ്കിലും magnesium combined with nitrogen forming magnesium nitride. ഇപ്പോൾ എന്താ പറയുക? നമുക്ക് സിമിലാരിറ്റി പറയുമ്പോൾ both lithium and magnesium forms a nitride. Okay. ഇനി പറയുന്നത് by reaction with oxygen or whatever it may, you can see that lithium forms only one oxide, that is lithium monoxide, whereas sodium, potassium etc. forms the say peroxide, superoxide etc. നമ്മൾ പറഞ്ഞാണ്. ഇതേപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? See, lithium forms only one oxide. You can see that magnesium also forms only one oxide. ഒരേ ഒരു ഓക്സൈഡ് ഫോം ചെയ്യുന്നത്, that is MgO. മനസ്സിലായോ? അതും ഒരു സിമിലാരിറ്റി ആണ്. ആരുമായിട്ട്? ലിഥിയവും മെഗ്നീഷ്യവും ആയിട്ട്. both forms only one oxide, that is lithium monoxide and magnesium oxide എന്ന് പറയും. മോണോക്സൈഡ് തന്നെയാണ്. ഫോമിൽ വ്യത്യാസപ്പെടാൻ കാരണം നമുക്കറിയാം. ലിഥിയത്തിന്റെ വാലൻസി ഒന്നാണ്, ഓക്സിജന്റെ രണ്ടാണ്. ഇത് രണ്ടും രണ്ടായതുകൊണ്ട് MgO എന്ന് എഴുതുന്നു. ഓക്കെ, അത് വേറെ സിമിലാരിറ്റി ആണ് ആരുമായിട്ട്? ലിഥിയം മെഗ്നീഷ്യവും ആയിട്ട്. പിന്നെ നമ്മൾ വേറെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു, ലിഥിയം ഓക്സലേറ്റ്, കാർബണേറ്റ്, ഫോസ്ഫേറ്റ്, ഇതൊക്കെ ഇൻസോല്യൂബിൾ ആണ്. അതിന്റെ ഗ്രൂപ്പ് പെട്ട മറ്റാൾക്കാരതോ സോഡിയം പൊട്ടാസ്യം ആണെങ്കിൽ അതിന്റെ ഓക്സലേറ്റും കാർബണേറ്റും ഫോസ്ഫേറ്റും ഒക്കെ സോല്യൂബിൾ ആണ്. ലിഥിയത്തിന്റെ മാത്രം ഇൻസോല്യൂബിൾ ആണ്. അതും ആരെ പോലെയാണ്? മെഗ്നീഷ്യത്തെ പോലെയാണ്. മെഗ്നീഷ്യം ഓക്സലേറ്റ് ഇൻസോല്യൂബിൾ എന്ന് പറഞ്ഞാൽ സ്പെയറിംഗ്ലി സോല്യൂബിൾ എന്ന് പ്രത്യേകത. ഇൻസോല്യൂബിൾ എന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല, സോല്യൂബിലിറ്റി വളരെ കുറവാണ്. മെഗ്നീഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം ഓക്സലേറ്റ്, magnesium phosphate, all these are sparingly soluble in water, just as lithium oxalate, carbonate and phosphate are also sparingly soluble in water. Okay, adu vera similarity. പിന്നെ വേറെ നമ്മൾ കഴിഞ്ഞാൽ പറയാൻ പറ്റിയതാണ് നൈട്രേറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ lithium nitrate on heating will produce lithium oxide, nitrogen dioxide and oxygen. Okay, whereas potassium nitrate ഇത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഈ നൈട്രേറ്റുകൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യത്തിലെ നൈട്രേറ്റ് ചൂടായി കഴിഞ്ഞാൽ എന്താണ്? ലിഥിയത്തിന് മാത്രം പ്രത്യേകതയാണ്. ഇറ്റ് ഗിവ്സ് ഓക്സിജൻ along with NO2. Here
potassium or sodium nitrate on heating will give a potassium nitrite and oxygen. അത് ലിഥിയത്തിന് മറ്റ് ആൽക്കലി മെറ്റൽസിനുള്ള ഒരു വ്യത്യാസമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഒരുപാട് പോയിന്റ്സ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുക, മനസ്സിലായില്ലേ? നൈട്രേറ്റ്, ആൽക്കലി മെറ്റൽ നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ്, ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ലിഥിയം ഒഴികെയുള്ള ആൽക്കലി മെറ്റൽ നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് പ്രൊഡ്യൂസസ് the corresponding nitrite, the nitrate ATE, the nitrite ITE. വ്യത്യാസം മനസ്സിലാണ്, nitrite and oxygen. Whereas lithium nitrate forms the lithium oxide NO2 and O2. Nitrite അല്ല അവിടെ ഉണ്ടാകുന്നത് എന്താണ്, ഓക്സൈഡ് ആണ്. വിത്ത് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതുപോലെയാണ് ആര് ബിഹേവ് ചെയ്യുന്നത്, മെഗ്നീഷ്യം ബിഹേവ് ചെയ്യുന്നത്. magnesium oxide NO2 and O2. So on heating, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സിമിലാരിറ്റി പറയുമ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് പറയുമ്പോൾ നമുക്ക് പറയാം, സിമ്പിൾ ആയി പറഞ്ഞാൽ മതി, ലിഥിയം നൈട്രേറ്റ് ഓൺ ഹീറ്റിംഗ് ഇവോൾവ്സ് ഓക്സിജൻ ആൻഡ് magnesium nitrate also behave similarly. Magnesium nitrate also evolve oxygen on heating. മറ്റ് ആൽക്കലി മെറ്റൽ നൈട്രേറ്റുകളൊന്നും നൈട്രൈറ്റ് വരുന്നില്ല, അത് ഓക്സൈഡ് ആണ്. നൈട്രൈറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് ആയാലും സോഡിയം നൈട്രേറ്റ് ആയാലും നൈട്രൈറ്റും ഓക്സൈഡ് ആയത് ഓക്സൈഡാണ് ഫോം ചെയ്യുന്നത്. ഓക്സിജൻ രണ്ട് കേസിലുണ്ട് പറഞ്ഞ ഏതാണ്, ഓക്സൈഡ്. ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സ് ഓൺ ഹീറ്റിംഗ് ആർ കൺവേർട്ടഡ് ഇൻടു ആൽക്കലി മെറ്റൽ നൈട്രൈറ്റ്സ്. ആൽക്കലി മെറ്റൽ നൈട്രേറ്റ് ആർ കൺവേർട്ടഡ് ഇൻടു ആൽക്കലി മെറ്റൽ നൈട്രൈറ്റ്സ്. Except lithium, it is converted into oxide. Similar is the case with the magnesium. Magnesium on nitrate on heating produces magnesium oxide NO2 and O2. കാരണം ഇതിൽ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ ആര് പുറത്തേക്ക് പോകുന്നില്ല, NO2 പുറത്തേക്ക് പോകുന്നില്ല. ഇതിൽ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ NO2 പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്സിജൻ രണ്ട് കേസിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഓക്സൈഡ് ആണ്. എവിടെ, ലിഥിയത്തിന്റെ കേസിലും മഗ്നീഷ്യത്തിന്റെ കേസിലും. മറ്റാൽക്കലി കേസിലോ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നൈട്രൈറ്റ് ആണ്. സോഡിയം നൈട്രൈറ്റ്, പൊട്ടാസ്യം നൈട്രൈറ്റ്, റുബീഡിയം നൈട്രൈറ്റ് ഇങ്ങനെ ഉണ്ടാകുന്നത്, മനസ്സിലായോ? അതും എന്താണ്, ഒരു സിമിലാരിറ്റിയാണ്. ആര്, ലിഥിയവും മഗ്നീഷ്യവും തമ്മിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് നമുക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഫസ്റ്റ് പോയിന്റ് എന്താണ്, അബ്നോർമൽ ബിഹേവിയർ ഓർ അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം കമ്പയർഡ് ടു അതർ ആൽക്കലി മെറ്റൽസ്. അത് ഓർമ്മിച്ചു കഴിഞ്ഞാല് മറ്റേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മിക്കവാറും കിട്ടും. ഏത്, ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. ഇവിടെ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ അവിടെ സിമിലാരിറ്റി ആയിരിക്കും മിക്കവാറും. ആൽക്കലി മെറ്റൽസിന് എന്തൊക്കെ വ്യത്യാസം ലിഥിയം കാണിക്കുന്നുണ്ടോ അതൊക്കെ ലിഥിയത്തിന് മഗ്നീഷ്യം ആയിട്ടുള്ള സിമിലാരിറ്റി ആയിട്ട് വരും, മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ശ്രദ്ധിക്കുക, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒക്കെയുള്ള ഈ ഗ്രൂപ്പ് അതിൻ്റെ അറിയാം. മഗ്നീഷ്യം ഇത് വേറൊരു ഗ്രൂപ്പായിട്ടാണ് സെറ്റ് ചെയ്തത്, മനസ്സിലായില്ലേ? ഡയഗണലി ഞാൻ നേരത്തെ പറഞ്ഞ സിമിലാരിറ്റി കുറെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, പക്ഷേ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഒക്കെ മിക്കവാറും ഇവിടുത്തെ സിമിലാരിറ്റി ആയിട്ട് വരും എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കും, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഏകദേശം ശ്രദ്ധിക്കുക. ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ നമ്മൾ പഠിച്ച അതേ പോയിന്റ്സ് ഒക്കെ നമ്മൾ അടുത്ത ഗ്രൂപ്പിൽ, സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിച്ചത്. ദാറ്റ് ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്തൊക്കെയാണ്? ബെരിലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. Radium is a റേഡിയത്തിന്റെ പ്രത്യേകത എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്. അതിനെപ്പറ്റി നമ്മൾ അധികം പറയാറാണ്, ഇവിടെ പഠിക്കാൻ പറ്റ. ബാക്കി കാരണം ബെറിലിയം മുതൽ ബേരിയം വരെയുള്ള ഇതൊക്കെ വളരെ പരിചയമായിരുന്നു. മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. ഈ ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ്. ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം? നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ച ഓർമ്മ എന്തെല്ലാം തുടങ്ങിയത്? ഗ്രൂപ്പ് സ്റ്റഡി പഠിക്കുമ്പോൾ അതിൻ്റെ സൈസിൻ്റെ വേരിയേഷൻ, അതിൻ്റെ പിന്നെ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വേരിയേഷൻ, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, റിയാക്ഷൻ വിത്ത് വാട്ടർ, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് സോ ഓൺ. നമ്മൾ ആൽക്കലി മെറ്റൽസിൻ്റെ കേസിൽ എന്തൊക്കെ പഠിച്ചോ മിക്കവാറും അതേപോലെ തന്നെയായിരിക്കും ഈ കേസിലും ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യ കാര്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തൊട്ട് പുറകിലാരാണ് വരുന്നത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ 3, 11, 19,
ഞാൻ പറഞ്ഞ 8 കൂട്ടി 18 കൂട്ടി 47. ഇവിടെയോ 4, this is 12, this is 20, this is 38, and this is 56. It is the atomic number. 3, 11, 19, 37, 55 ആൽക്കലി മെറ്റൽസിന്റെ അറ്റോമിക് നമ്പർ. ഇവിടെ ഓരോന്ന് കൂടും. 4, 12 വളരെ എളുപ്പമാണ്. 3 കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ 8 കൂട്ടുക, അപ്പോൾ 11 പിന്നെ 8 കൂട്ടുക, 18 19, പിന്നെ 18 കൂട്ടുക, 19 37, പിന്നെ 18 കൂട്ടുക, 37 18 55. അതേപോലെ ഇവിടെ ആ ഒരു വ്യത്യാസം. ഈ ഫസ്റ്റ് 2 ഗ്രൂപ്പിൽ കൃത്യമായി പോകും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഡി ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എന്നാലും ശ്രദ്ധിക്കുക. ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? ഹീലിയത്തിൻ്റെ ഹീലിയം ലിത്യാമിലെ ഹീലിയം കോൺഫിഗറേഷൻ, then 3s1, sorry 2s1, it is 1s2 2s1. അടുത്തത് ഹീലിയം കഴിഞ്ഞാൽ നിയോൺ കോൺഫിഗറേഷൻ 3s1, ആർഗൺ കോൺഫിഗറേഷൻ 4s1, so on. ഇതേപോലെ ഇവിടെ ആ ഒരു വ്യത്യാസമില്ല. അവിടെ എന്താണ്? ഹീലിയം കോൺഫിഗറേഷൻ 2s2. ഹീലിയത്തിൻ്റെ ബാക്കിലുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ട് ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അത് 1s2 എത്തുള്ളൂ. 1s2 2s2 അതാണ് ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ. മെഗ്നീഷ്യം ആകുമ്പോഴോ ഹീലിയം കഴിഞ്ഞ് അടുത്ത് വരുന്നത് നിയോൺ കോൺഫിഗറേഷൻ, പിന്നെ 3s2. ദിസ് ഈസ് എ ആർഗൺ കോൺഫിഗറേഷൻ പ്ലസ് 4s2. ക്രിപ്റ്റോൺ കോൺഫിഗറേഷൻ്റെ കൂട്ടത്തിൽ 5s2 കൂടി ചേർത്താൽ സോൺസിയായി. സീനോൺ കോൺഫിഗറേഷൻ്റെ കൂട്ടത്തിൽ 6s2 കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അത് ബേരിയത്തിൻ്റെ കോൺഫിഗറേഷനായി. 40 പോയിന്റ്സ്. അപ്പോൾ എല്ലാം has a configuration with the inert gas configuration with 2 more electrons in an s orbital. ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ 2 തള്ളിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ 2 തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ഈ 2 ഇലക്ട്രോൺസ് ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? ദിസ് വിൽ attain an inert gas configuration or noble gas. inert gas ഉള്ള വാക്ക് നമ്മൾ അധികം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് inert gas എന്ന് ആദ്യം പേര് കൊടുത്തിരുന്നത് അത് തീരെ റിയാക്ട് ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് സീനോണിനൊക്കെ റിയാക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, മറ്റേ റിയാക്ഷൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ തീരെയാണ് റിയാക്റ്റീവ് അല്ല, കുറച്ച് റിയാക്ടിവിറ്റി കുറവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായി? അതിൻ്റെ പേര് മാറ്റി നോബിൾ ഗ്യാസസ് എന്നാക്കി. ഇനേർട്ട് ഗ്യാസ് എന്ന പേര് നമ്മൾ അധികം ഉപയോഗിക്കുള്ളൂ. ഈ ബുക്കിലൊക്കെ കാണാമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് നോബിൾ ഗ്യാസസ് ആണ്, ഇനേർട്ട് ഗ്യാസസ് അല്ല. ഇനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയാക്ഷൻ തരാത്തതാണ്. പക്ഷേ സീനോൺ ഫ്ലോറൈഡ് ഓക്സൈഡ് ഒക്കെ തരുന്നുണ്ട്, നമുക്കറിയാം, നമ്മളൊക്കെ പിന്നെ പഠിക്കാറുണ്ട് നമുക്കത്. അപ്പോൾ അത് അത്രത്തോളം അൺറിയാക്റ്റീവ് അല്ല. പക്ഷെ എന്താണ്? റിയാക്ടിവിറ്റി വളരെ കുറവാണ്, 0 അല്ല. അതുകൊണ്ട് ഇനേർട്ട് എന്ന് പറഞ്ഞോടാ അതിന് പറയുന്നത് എന്താ പറയുക? നോബിൾ ഗ്യാസസ്. നോബിളാണ്, വളരെ പെട്ടെന്നൊന്നും ആരുമായിട്ടും മിങ്കിൾ ചെയ്യില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, വളരെ നോബിളാണ്. നോബിൾ ഗ്യാസ്, അങ്ങനെ നോബിൾ ഗ്യാസിന്റെ പേരാണ്. ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ is a very stable electronic configuration, and if an element by some reaction attains the noble gas configuration, it will be more stable, and that is actually the driving force behind the reaction of many elements. നമുക്ക് എന്തുകൊണ്ട് ക്ലോറിൻ വേഗം ക്ലോറൈഡ് ആവുന്നു? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ തൊട്ട് അപ്പുറത്ത് ആരുണ്ട്? ആർഗൺ ഉണ്ട്. ക്ലോറിൻ 17ാമത്തെ എലമെന്റ് ആണ്, 18ാമത്തെ എലമെന്റ് ആണ് ആർഗൺ. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ 17 എന്നുള്ളത് 1s2 2s2 p5 വരെ എത്തും. 2p6 ആയി കഴിഞ്ഞാൽ അത് വളരെ സ്റ്റേബിളായി. ഉടനെ എന്ത് ചെയ്യും? എവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ കിട്ടാൻ ശ്രമിക്കും, വിച്ച് ഇസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് ഇറ്റ് ഫോംസ് Cl- ആൻഡ് ബിക്കംസ് വെരി സ്റ്റേബിൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇലക്ട്രോണെ ഒഴിവാക്കിയിട്ടോ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒരു നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനിൽ എത്തുക എന്നുള്ളതാണ് എലമെന്റ്സിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. ആൻഡ് വി കൻ സീ ദാറ്റ് if it can lose 2 electrons in all these cases, yes, can attain a noble gas configuration. That is why all the alkali metals invariably forms the 2+ cation. രണ്ട് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്തായത്? അത് 2+ cation ആയി മാറി. ഒരു ഇലക്ട്രോൺ ആൽക്കലി മെറ്റൽസ് എന്തുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസിന്റെ കോൺഫിഗറേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്? 2s1 3s1 4s1 ഒക്കെ outside a noble gas configuration. So if you have a noble gas configuration plus 1 electron, this 1 electron if it is lost or it is removed somehow, then it attains a very stable configuration of a noble gas. That's why the alkali metals always form the +1 cation or 1+ cation. Alkaline earth metals form 2+ cation. അവിടെ 2 ഇലക്ട്രോൺ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന് പുറത്തെ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഒഴിവാക്കിയാൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അതുകൊണ്ട് അത് വളരെ
സ്റ്റേബിൾ ആവും. അതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒക്കെ +2 അയോൺ ആണ് ഫോം ചെയ്യുന്നത്. ആൽക്കലൈൻ മെറ്റൽസോ +1 അയോൺ ആണ് ഫോം. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അവിടെ ആൽക്കലൈൻ മെറ്റൽസിന്റെ കേസിൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷന്റെ പുറമെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ ഉള്ളൂ, അതും പോയാൽ റെഡിയായി. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലോ 2 ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ടും പോകണം. അപ്പോൾ 2 ഒഴിവാക്കും, +2. Ca2+, Ba2, ബേരിയം 2+, നമുക്കറിയാം Mg2+, Be2+, ഇങ്ങനെ എല്ലാം 2+ ആണ് ഉണ്ടാകുന്നത്. 2+ cation is very stable because it has a noble gas configuration. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം ഓർത്ത് വളരെ എളുപ്പമാണ് ഓർത്തുന്നത്. അറ്റോമിക് നമ്പർ ഓർത്ത് വെക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, 2s2, 1s2 പോലും ശ്രദ്ധിക്കുക. 1s2 എന്ന് പറഞ്ഞാൽ ഹീലിയാണ്, അത് ഇവിടെയുണ്ട്. 1s2 ശരിക്കും 1s2 2s2 ആണ് ഹീലിയത്തിന്റെ, അതായത് ബെർലിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പറഞ്ഞാൽ 1s2 2s2. 1s2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹീലിയാണ്, അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ 2s2 ഇതെന്താണ് ശരിക്കും? ഇത് ശരിക്കും എഴുതി കഴിഞ്ഞാൽ ഇതിനുണ്ടാവും 1s2 2s2 2p6 3s2. ഇതാ ഈ 1s2 2s2 2p6 എന്നുള്ള 10 ഇലക്ട്രോൺസ് ആണ് ആരത്? നിയോണിൻ്റെത്. അതിന്റെ പുറത്ത് എന്തേ ഉള്ളൂ? അപ്പോൾ 3s2. മനസ്സിലായില്ലേ? ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശരി. 1s2 ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് എസ്സിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് പി 6 ഇലക്ട്രോൺ, പിന്നെ തേർഡ് എസ്സിൽ 2 ഇലക്ട്രോൺ. നമ്മൾ ഇത്രയും നീട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിന് പകരം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഇത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. അതിന്റെ പുറത്ത് പിന്നെ എന്തേ ഉള്ളൂ? 2 ഇലക്ട്രോണേ ഉള്ളൂ. അത് എഴുതുമ്പോഴും അതെ, ആ എലിമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതെ, ആ പുറത്തുള്ള 2നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വളരെ സ്റ്റേബിൾ ആവും. ഓക്കെ. പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടിയെ പറ്റി പറയാം. നമുക്ക് ആൽക്കലൈൻ മെറ്റൽസ് പഠിച്ച അതേപോലെ യാതൊരു വ്യത്യാസമില്ല. അറ്റോമിക് സൈസ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അറ്റോമിക് സൈസ് എങ്ങനെയാണ് നമുക്കറിയാം. താഴോട്ട് വരുമ്പോൾ കൂടി വരും. ഏറ്റവും ചെറുത് ബെറിലിയം, അതിനെക്കാളും വലുത് മെഗ്നീഷ്യം, സോൺഷ്യം, ബേരിയം, കാൽസ്യം, സോൺഷ്യം, ബേരിയം, റേഡിയം. വലുപ്പം കൂടി വരും ബിക്കോസ് ഓഫ് ദി അഡീഷൻ ഓഫ് മോർ ആൻഡ് മോർ ഷെൽസ്. ഒരു സംശയമില്ല. അയോണിക് റേഡിയസ് അതുപോലെയാണ്. Be2+ ആയാലും Mg2+ ആയാലും Ca2+ ആയാലും അല്ലെങ്കിൽ Sr2+ ആയാലും അയോണിക് സൈസും അയോണിക് റേഡിയസും കൂടി വരും. ശരിയല്ലേ? ഓക്കെ. പിന്നെ മെൽറ്റിംഗ് പോയിന്റ്, വോളിയം ഒന്നും നമ്മൾ ആൽക്കലി മെറ്റൽസ് കാണുന്ന പോലെയുള്ള ഒരു ഗ്രഡേഷൻ കാണുന്നില്ല. ശ്രദ്ധിക്കുക. ആൽക്കലി മെറ്റൽസ് കൃത്യമായിട്ട് ഇങ്ങനെ അത് കുറഞ്ഞു വരും. ഇങ്ങോട്ട് നമ്മൾ സീഷ്യം ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 28 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചറാണ് സീഷ്യത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഏറ്റവും കൂടുതൽ ലിത്യം, സോഡിയം, പൊട്ടാസ്യം കുറഞ്ഞു വരും. പക്ഷെ അതേപോലത്തെ ഒരു കറക്റ്റ് ഈ കേസിൽ വളരെ കൃത്യമാണ്. മെൽറ്റിംഗ് പോയിന്റ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ വളരെ കൃത്യമായിട്ട് കുറഞ്ഞു വരും. മറ്റേ കേസിൽ അങ്ങനെയില്ല. അത് ശ്രദ്ധിക്കുക. എന്നാലും കുഴപ്പമില്ല. വേരിയേഷനൊക്കെ അത്ര മനസ്സിലാക്കിയാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ. പിന്നെ അതിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എങ്ങനെയായിരിക്കും നമുക്കറിയാം. ഏത് ഗ്രൂപ്പിലായാലും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ് അമർന്നു വരും. ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ ഇൻക്രീസസ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിക്രീസസ്. ഫ്ലൂറിൻ അത് മനസ്സിൽ വെച്ചിട്ട് ഓർമ്മിച്ചാൽ മതി. ഇപ്പുറത്ത് ഫ്ലൂറിൻ ഓർമ്മിച്ചാൽ മതി. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഫ്ലൂറിന് മാക്സിമം, ക്ലോറിനേക്കാൾ കുറവ്, ബ്രോമിൻ നമുക്ക് വളരെ പരിചിതമാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗോസ് ഓൺ ഡിക്രീസിങ് when we go down. The same is the case with the alkali metals and as well as the alkaline earth metals goes on decreasing. Electropositive nature നേരെ തിരിച്ചായിരിക്കും, increasing. Electropositive nature എന്ന metallic nature ആണ്. Yes, the metallic nature increases from say beryllium to barium. Radium വിട്ടേക്കാം. beryllium to beryllium മുതൽ barium വരെയുള്ള എലിമെന്റ്സിലെ മെറ്റാലിക് ക്യാരക്ടർ കൂടി വരികയാണ്. യാതൊരു സംശയമില്ല. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരികയാണ്. ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ കൂടി വരികയാണ്. മെറ്റാലിക് ക്യാരക്ടർ കൂടി വരികയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ എന്തൊക്കെ ഇതുപോലത്തെ പ്രോപ്പർട്ടി കണ്ടോ അതൊക്കെ ഇതിനും ഏകദേശം അതേപോലെ. ശരിക്കും പറഞ്ഞാൽ സിലബസ് രണ്ടും ഒന്നിച്ചാ പറയണം. നമ്മൾ വേറെ പറയുന്നേ ഉള്ളൂ. ആൽക്കലി മെറ്റൽസ് ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒറ്റയടിക്കാൻ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെ ഏകദേശം അതേപോലെ വരിക. വ്യത്യാസം മാത്രം നോട്ട് ചെയ്താൽ മതി. കാരണം വ്യത്യാസങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെയാണ്. പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. ഇനി റിയാക്ഷൻസ് ആണ് പ്രധാനമായിട്ട്. റിയാക്ഷൻ വിത്ത് വാട്ടർ. നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ വിഗറസ്ലി എക്സെപ്റ്റ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ എക്സെപ്റ്റ് ലിത്തിയം.
ആ കേസിൽ ലിത്യം ആരെ പോലെ എന്ന് പറഞ്ഞ് പിഗ്മെന്റ്സ് പോലെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ വിത്ത് ദ ലെവൽ ഓഫ് കോഴ്സ് റിയാക്ഷൻ അതുപോലെ